പുരുഷന്മാരുടെ ലിംഗവലിപ്പം അവരുടെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുമോ? ഗൾഫിൽ നിന്ന് പുതുതായിട്ട് വിവാഹം കഴിക്കാൻ വന്ന ഒരു ആൺ സുഹൃത്തിന് അവൻ്റെ മാനസിക ബുദ്ധിമുട്ടുകളായിട്ട് അവർ ഒരു സൈക്കോളജിക്കൽ ഒരു ഡോക്ടറെ കാണാൻ പോയതിൻ്റെ അനുഭവമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ആണുങ്ങളുടെ സാധനത്തെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ വലിപ്പത്തെക്കുറിച്ച്, ആണുങ്ങളുടെ സാധനത്തിന് വലിപ്പത്തെക്കുറിച്ച് സ്ത്രീകൾ എന്താണ്, അവരുടെ മനോഭാവം എന്താണ്, അതിൻ്റെ വലിപ്പ ചെറുപ്പത്തെക്കുറിച്ചുള്ള സ്ത്രീകളുടെ മനോഭാവം എന്താണ്? യഥാർത്ഥത്തിൽ ഈ ഒരു സബ്ജക്റ്റ് ഒരുപാട് പുരുഷന്മാർക്കുള്ള ഒരു സംശയമാണ്. സാധനത്തിൻ്റെ വലിപ്പം സ്ത്രീകൾക്ക് ഒരു വിഷയമാണോ, അവരുടെ ലൈംഗിക സംതൃപ്തിക്ക് അതൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണോ എന്നുള്ളത്. അപ്പം നമുക്കതിനെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കി നമുക്കങ്ങ് പറയാൻ പറ്റില്ല, സ്ത്രീകൾക്ക് അതൊരു സബ്ജക്റ്റ് ഒന്നും അല്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഒറ്റ വാക്കി പറയാനൊക്കില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളൊരു ലൈംഗിക ബന്ധത്തിൽ ഒരു സ്ത്രീക്ക് പരിപൂർണ സംതൃപ്തി കിട്ടുന്നത് ആ പുരുഷൻ്റെ സാധനത്തിൻ്റെ വലിപ്പത്തിൻ്റെ ഇതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചേച്ചി അപ്പോൾ ആൻറ്റി പറഞ്ഞു വരുന്നത് നമ്മുടെ പുരുഷന്മാരുടെ ലിംഗവലുപ്പത്തിൽ അല്ല എന്നാണ് പറയുന്നത്. ആൻറ്റിയുടെ അനുഭവത്തിൽ ആയിരിക്കാം അത് പറയുന്നത്. നമുക്കതിന് എന്താണ് കൂടുതലായിട്ട് ആൻറ്റി ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, നമുക്ക് ഈ വീഡിയോ കുറച്ചുണ്ട് ആൻറ്റി പറയുന്നത്, അത് നമുക്ക് ഒന്നും കൂടി കേട്ട് നോക്കാം. എന്നുവെച്ചാൽ അതിൻ്റെ വലിപ്പത്തിന് മാത്രം കൊണ്ടല്ല അവർക്ക് ആ സംതൃപ്തി കിട്ടുന്നത്, പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി ഒരു വലിയൊരു ഫാക്ടറാണ്. എങ്ങനെ അത് ചെയ്യുന്നു, ഏത് രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. പ്രത്യേകിച്ച് ലൈംഗികതയിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ സംതൃപ്തി കിട്ടുന്നത് അത് ഒരു 2-3 സ്റ്റേജ് ഉണ്ടല്ലോ ഇതിനകത്ത്. ആ 3 സ്റ്റേജും യഥാർത്ഥത്തിൽ ലൈംഗികതയ്ക്കൊരു 3 സ്റ്റേജ് ഉണ്ട്. ആ 3 സ്റ്റേജ് ശരിയായിട്ട് ചെയ്യുമ്പോഴാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് നല്ല ഓർഗാസം ഉണ്ടാകുന്നത്. കാരണം ഒരുപാട് സംശയമുണ്ട് ഈ സെക്സ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച്. 3 ഘട്ടങ്ങളാണെന്നാണ് ആൻറ്റി പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ നമുക്ക് വീണ്ടും കേട്ട് നോക്കാം ഏതൊക്കെയാണ് അതിൻ്റെ 3 ഘട്ടങ്ങൾ എന്നാണ്. നമുക്ക് അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കത് കേട്ട് പോവാം. യഥാർത്ഥത്തിൽ ആദ്യത്തെ നമ്മളിപ്പം സെക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റിലത്തെ ഇതെന്ന് പറയുന്നത് നല്ലൊരു ഫോർ പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ഈ നല്ലൊരു ഫോർ പ്ലേ കൂടാണ് ഏതൊരു സ്ത്രീയും ആ ലൈംഗികതയിലോട്ട് അവർക്ക് ആ താല്പര്യം വരുന്നതും അവർ ആ ഓർഗാസത്തിലോട്ട് പോകുന്നതും എല്ലാം ഫോർ പ്ലേയുടെ ആ ഒരു നല്ലോണം സമയമെടുത്ത് തന്നെ ഫോർ പ്ലേ ചെയ്യണം സ്ത്രീകൾക്ക്. അതാണ് സ്ത്രീകൾക്ക് ഇഷ്ടം. പക്ഷെ പല പുരുഷന്മാർക്കും അതിനോടൊരു ഫോർ പ്ലേ പെട്ടെന്നങ്ങ് തീർക്കണമെന്നൊക്കെ ഉള്ളൊരു ലക്ഷണം. പലരും ഫോർ പ്ലേ ചെയ്യാറ് പോലും ചിലവരില്ല. പക്ഷെ അത് ശരിയല്ല. നല്ല രീതിയിൽ ഫോർ പ്ലേ ചെയ്യുമ്പോഴാണ് സ്ത്രീക്ക് ആ മൂഡ് വരുന്നത്. യഥാർത്ഥത്തിൽ ഫോർ പ്ലേയിലാണ് ഒരു ലൈംഗിക ബന്ധത്തിൻ്റെ ആ ശരിക്കുമുള്ള സക്സസ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആൻറ്റി പറയുന്നത് എന്താ വെച്ചാൽ ഫോർ പ്ലേ നമ്മൾ പുരുഷന്മാർ പൊതുവെ എടുത്ത പിടി ചന്തെന്ന് പറയുന്ന ഒരു ഇതാണ്. പെട്ടെന്ന് പൊതുവെ അങ്ങനെയാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ പെട്ടെന്നുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാനായിട്ട് ധൃതി പിടിച്ചിട്ട്. ഒരു ക്ഷമയാണ് ഇതിന് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ക്ഷമയോടെ അല്ലാതെ പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കാണാൻ അവർക്കിടയിൽ ഫോർ പ്ലേ ഒക്കെ അവർ ഡിലേ വരുത്തുന്നത്. ഒരു ലൈംഗിക ബന്ധത്തിൻ്റെ ആ ശരിക്കുമുള്ള സക്സസ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചൊരു കാര്യം കാണുന്നു, കേൾക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി അവർക്ക് നല്ല വികാരം ഉണ്ടാവും. പക്ഷേ സ്ത്രീകളുടെ കാര്യം അതല്ല. സ്ത്രീകൾക്കെന്ന് പറയുന്നത് വികാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്പർശനത്തിൽ കൂടാണ് അവർക്ക് ആ വികാരത്തിൻ്റെ ആ ഒരു ലെവലിലോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഫോർ പ്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കുന്നത്, അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നത്, പിന്നെ ചുംബനം ഒരു വല്ലാത്ത എഫക്റ്റീവാണ് സ്ത്രീകൾക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ചെവിയുടെ സൈഡിൽ അതുപോലെ ചുണ്ടിൽ ഒക്കെ നമ്മളിങ്ങനെ കിസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു എഫക്റ്റായിട്ടാണ് വരുന്നത്. നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ നഗ്നമായ സ്ത്രീകളുടെ രംഗങ്ങളോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വികാരം വരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, വലിയൊരു സാധനം ഉള്ളത് കൊണ്ട് മാത്രം ഒരു സ്ത്രീയെ പരിപൂർണമായിട്ട് ഒരാൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റണമെന്നില്ല. ഇനി അങ്ങനെ ഉള്ളവരോട് ഒരു സ്ത്രീക്ക് പ്രത്യേകിച്ച് വലിയ ആരാധന ഇഷ്ടം തോന്നണമെന്നുമില്ല. അപ്പം അത് ചെയ്യുന്നതിൻ്റെ രീതിയാണ് വ്യത്യാസം.
അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടം തോന്നുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നന്നായിട്ട് പെട്ടെന്ന് അവർക്ക് സംതൃപ്തി കിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ലൈംഗികത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ലൈഫിൽ. പക്ഷേ അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒന്നും പലരും ഈ ബെഡ്റൂമിലെ കാര്യങ്ങൾ ആരോടും പറയത്തില്ല. എല്ലാവരും മനസ്സിൽ വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നടക്കും. പിന്നെ പല പല പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്യും. അതാണ് ആൻറ്റി പറയുന്നത്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ പുരുഷൻ്റെ ഒരു ലൈംഗികതയെ കുറിച്ച് കണ്ടാലും അവർക്ക് വികാരം, അവർക്ക് അവരുടെ സ്പർശനം, അവരുടെ ഏതാണ് അവരുടെ വികാര കേന്ദ്രങ്ങളിൽ നമ്മൾ സ്പർശിച്ചാൽ മാത്രമേ അവർക്ക് ഒരു വികാരവതിയായി അവർ ഉണർന്ന് എണീക്കുകയുള്ളൂ ലൈംഗികമായിട്ട്. അതാണ് ആൻറ്റി പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് വലിപ്പത്തെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. സ്ത്രീകൾക്കത് വലിയൊരു സബ്ജക്റ്റൊന്നും അല്ല. ഇങ്ങനെ വലിപ്പം ഉള്ളതാണോ വലിപ്പം ഇല്ലാത്തതാണോ അതിനെക്കുറിച്ച് സ്ത്രീ വലിയ ഫാൻറ്റസി ഒന്നും അവരത്ര കാണാറ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സംതൃപ്തി കിട്ടുന്നത് കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഈ സെക്സ് സമയത്ത് തന്നെ ഈ സ്ത്രീകളും പ്രത്യേകിച്ച് കണ്ണടച്ചുകൊണ്ടാണ് അവർ ഈ സെക്സ് സമയം കൂടുതലും അവർ ഇത് ചെയ്യുന്നത്. അവർ കണ്ണടച്ചങ്ങ് ആസ്വദിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ അവരുടെ ശരീരം സ്വയം ആസ്വദിക്കുന്ന പ്രക്രിയയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ശരീരത്തെ അവർ കൂടുതൽ ആസ്വദിക്കാൻ നോക്കുവാണ്. ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് അവർ മാനസികമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾ, അതിപ്പോൾ പരപുരുഷഗമനായാലും അവർ ചിലപ്പോൾ ഭർത്താവിനേക്കാൾ ഉപരിയായി കാമുകനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ സ്നേഹം കൂടുതലാണെങ്കിൽ അവരെ മനസ്സിൽ കൊണ്ടു നടക്കണം. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ സംതൃപ്തിയാകും. കാരണം അവിടെ മാനസികമായിട്ട് മനസ്സ് കൂടി അവിടെ ഇംപ്ലിമെൻ്റ് ആവുന്നുണ്ട്. അതാണ് ആൻറ്റി പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ പുരുഷൻ്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന രീതിയല്ല. ആ ബന്ധപ്പെടുന്ന സമയത്ത് സ്ത്രീക്ക് എപ്പോഴും അങ്ങനെ, സ്ത്രീകളുടെ മൈൻഡ് സെറ്റ് അതാണ്. പക്ഷെ പുരുഷൻ അതല്ല. പുരുഷൻ ഇവരിങ്ങനെ ആസ്വദിക്കുന്ന കണ്ടിട്ട് അതിനകത്തൊരു എൻജോയ്മെൻറ്റ് പുരുഷന് തോന്നാറുണ്ട്. അതുകൊണ്ട് പുരുഷൻ എപ്പോഴും കണ്ണ് തുറന്നു തന്നെ വെക്കും. ഇവരിങ്ങനെ ആസ്വദിക്കുന്ന കാണുന്നത് പുരുഷനൊരു ഹരമാണ്. പക്ഷേ സ്ത്രീക്ക് എപ്പോഴും കണ്ണ് അടച്ചുകൊണ്ട് തന്നെയാണ് അവർ രീതി എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ കളിക്കുന്ന സമയത്ത് തന്നെ അറിയാം, നമുക്ക് കണ്ണ് തുറന്ന് വെക്കാൻ, നമുക്ക് കണ്ണ് തുറന്ന് വെച്ചാലും നമ്മൾ അങ്ങ് കണ്ണ് അടച്ചു പോവും. ആ ഒരു രീതിയാണ്. പക്ഷേ ഈ നമ്മളിങ്ങനെ ഇപ്പം സ്ത്രീകൾ കണ്ണടച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതും ആസ്വദിക്കുന്നതും പുരുഷൻ ഇത് കാണുമ്പോൾ ഒരു രസമാണ്. ഈ പറഞ്ഞത് നമ്മൾ പുരുഷന്മാരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം സെക്സ് ചെയ്യുമ്പോൾ പരമാവധി ഭൂരിപക്ഷം സ്ത്രീകളും കണ്ണ് അടയ്ക്കുന്നതായിട്ട് കാണാം. നമുക്ക് വീഡിയോസിൽ പോലും കാണാനായിട്ട് സാധിക്കും. അത് എന്താണ് അവർ പുറമെയുള്ള കാര്യങ്ങൾ അവർ ആ സമയത്ത് മറക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ശരീരത്തിലും അവരുടെ മനസ്സിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ടാണ് അവർ കണ്ണടച്ച് അതിൽ മുഴുവൻ സമയം ആസ്വദിച്ചാണ് അവരതിൽ നീങ്ങുന്നത്. അത് പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ പറഞ്ഞത് രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് ആൻറ്റി നമുക്ക് പറഞ്ഞു തന്നു. അതായത് പുരുഷനെ സംബന്ധിച്ച് കണ്ണുറഞ്ഞു, കാരണം വെളിച്ചത്തും പുരുഷന് അതിയായ ഇഷ്ടങ്ങളാണ്. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ച് വെളിച്ചം ഒരു അലർജി പോലെയാണ്. ഭൂരിപക്ഷ സ്ത്രീ അവർക്ക് ഇരുട്ടാണ് ഇഷ്ടപ്പെടുക. കാരണം എന്താണെന്ന് വെച്ചാലോ, വെളിച്ചത്ത് പുരുഷൻ ചെയ്യുമ്പോൾ അവളുടെ നഗ്നമേനിയും അവളുടെ ആ ഫേസിലെ എക്സ്പ്രഷൻസും എല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് പുരുഷൻ ഇതിൽ ഏർപ്പെടുന്നത്. പക്ഷെ സ്ത്രീ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് ഉൾവലിയുന്നു. കാരണം സ്പർശനം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട ആ വ്യക്തിയെയുമാണ് അവർ മനസ്സിൽ ഉൾക്കൊള്ളുന്നത്. ഇത് രണ്ടുമാണ് ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ്. അതാണ് ആൻറ്റി നമുക്ക് പറഞ്ഞു തന്ന മറ്റൊരു കാര്യം. അവർക്ക് നല്ല ഒരു എനർജി കിട്ടും ആ സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ലിംഗത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടൊക്കെ ഇരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ അതിൻ്റെ ഓരോരുത്തർക്കും ഓരോ സൈസായിരിക്കുമല്ലോ. പക്ഷെ അതിൻ്റെ എഫിഷ്യൻസി ഉണ്ടല്ലോ, അത് ഇറക്ഷൻ ആകുന്നത്, അതിൻ്റെ ബലം വെക്കുന്നത്, അതിൻ്റെ ടൈമിങ്, അതുപോലെ ഈ പെട്ടെന്ന് ചിലർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഔട്ടായി പോവും. ശീഘ്രസ്ഖലനം പോലൊക്കെ പെട്ടെന്ന് ഔട്ടായി പോകുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞത് മനസ്സിലായല്ലോ. വലിപ്പത്തിൽ യാതൊരു കാര്യമില്ല. പക്ഷെ വലിപ്പമല്ല, അതിൻ്റെ പ്രവർത്തനക്ഷമത, അതാണ് ആൻറ്റി പറഞ്ഞതിൻ്റെ പൊരുൾ. അതായത് പെട്ടെന്ന് ഔട്ടടിച്ച് പോവുക, വളരെ പെട്ടെന്ന് പോവുക, പിന്നെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ചലനശേഷി.
അതൊക്കെ നമ്മൾ അവരൊരു ശ്രമിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാതെ അതൊക്കെ സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും ഇതിനകത്ത്. പക്ഷേ എന്നാലും സ്ത്രീകൾക്ക് വലിപ്പത്തെക്കുറിച്ച് അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. വലിപ്പത്തെക്കുറിച്ച് ഒരാശങ്കയും ഒരു സ്ത്രീകളുടെ മനസ്സിലും ഉണ്ടാകത്തില്ല. ഇതൊക്കെ ആണ് ഒരു പ്രോബ്ലം. പക്ഷേ ഇതിനൊക്കെ മരുന്നുകളുണ്ട്. ഡോക്ടറെ കണ്ടതിന് ഇതിനൊക്കെ മരുന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഉണ്ട്. പിന്നെ കൂടുതലും നമുക്കങ്ങനെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീഡിയോസിനകത്തൊക്കെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് വീഡിയോസിനകത്തൊക്കെ കാണുന്ന സമയത്ത് അവർ വലിയ വലിപ്പമുള്ളവരുടെ കൂടുതൽ എടുത്തൊക്കെ ഇങ്ങനെ കൂടുതലും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ അവർ അത് അഭിനയിക്കുന്നതാണല്ലോ. അതൊക്കെ അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വലിപ്പമുള്ളവരെ സെലക്ട് ചെയ്തൊക്കെ എടുത്ത്, അതുപോലെ ടൈമിംഗ് ഒക്കെ ഒത്തിരി സമയമൊക്കെ എടുത്ത്, അതൊക്കെ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അവർ കാണിക്കുന്നത്. അവർ റിയൽ ലൈഫിൽ അങ്ങനൊന്നുമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതി തന്നെയാണ് നല്ലത്. നമ്മുടെ യുണീക്ക്നെസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ശരീരത്തിൻ്റെ വലിപ്പം, അവയവത്തിൻ്റെ വലിപ്പം, അതാണ് നല്ലത്. മെയിനായിട്ട് ഇതിൻ്റെ ഈ തെറ്റായ ചിന്താധാരകൾ പുരുഷന്മാർക്ക് വരാൻ കാരണം വീഡിയോസ് കാണുമ്പോഴാണ്. അതും യൂറോപ്യൻ വീഡിയോ, ഇംഗ്ലീഷുകാർ. അപ്പോൾ അവർ ഇതിൽ അഭിനയിക്കുന്നവരെ കളക്ട് ചെയ്യുന്നത് ഈ ലിംഗത്തിൻ്റെ വലിപ്പം നോക്കിയിട്ടൊക്കെയാണ്, ബോഡി സ്ട്രക്ചറൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് അതുപോലെ ആയിരിക്കും നമ്മുടേതെയും ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടുമോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇതല്ല സത്യമെന്നുള്ളത് നമ്മൾ വെള്ളത്തിൽ നീന്തി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത്രയുമാണ് ആൻറ്റി നമുക്ക് തന്ന വലിയ അറിവുകൾ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിവാഹ ജീവിത ബന്ധങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.